ഞാൻ നെപ്പോളിയന്. വിശ്വാസം ഒരു അദൃശ്യമായ അടയാളമാണ്. അത് മുന്നോട്ട് പോകുന്നവരെ ഭയത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരിൽ നിന്ന് വേർതിരിക്കുന്നു. ബൈബിൾ വിശ്വാസത്തെ പ്രതീക്ഷിച്ച കാര്യങ്ങളുടെ ഉറപ്പായ അറിവായും കാണാത്ത കാര്യങ്ങളുടെ തെളിവായും വിവരിക്കുന്നു. ഈ പഠിപ്പിക്കൽ വ്യക്തമാണ്. ഭൗതിക ലോകത്തെ ഏതൊരു നേട്ടവും പ്രകടമാകുന്നതിന് മുൻപ് അത് ആദ്യം മനസ്സിൽ സങ്കല്പിക്കുകയും പരിപോഷിക്കുകയും ചെയ്യണം. വിശ്വാസമില്ലാതെ മികച്ച പദ്ധതികൾ പോലും തകരുന്നു. കാരണം സംശയം തുരുമ്പ് പോലെ നശിപ്പിക്കുന്നു. എത്ര തവണ നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മാറ്റാൻ കഴിയുമോ എന്ന്? എത്ര തവണ നിങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് നോക്കി ചിന്തിച്ചിട്ടുണ്ട് അവയിൽ മൂല്യമുള്ള ഒന്നുമില്ലെന്ന്? കൃത്യം ആ നിമിഷം വിശ്വാസം പ്രവർത്തിക്കേണ്ടതുണ്ട്. കാരണം കൃത്യം അപ്പോഴാണ് എല്ലാം അസാധ്യമായി തോന്നുമ്പോൾ അത് അതിൻ്റെ ശക്തി തെളിയിക്കുന്നത്. വിശ്വാസം നിഷ്ക്രിയമായ കാത്തിരിപ്പല്ല, അതൊരു സജീവമായ ഊർജമാണ്. അത് പ്രവൃത്തിയെ പ്രേരിപ്പിക്കുന്നു, കണ്ണുകൾ ഫലത്തെ തിരിച്ചറിയാത്തപ്പോഴും. ഉദാഹരണത്തിന് ഹെൻറി ഫോർഡിനെ ആളുകൾ പരിഹസിച്ചു. അദ്ദേഹം സാധാരണക്കാർക്ക് വേണ്ടി കാർ ഉണ്ടാക്കാനുള്ള ആശയം അവതരിപ്പിച്ചപ്പോൾ വിമർശകർ പറഞ്ഞു അത് അസാധ്യമാണെന്ന്. ഓട്ടോമൊബൈൽ കുറച്ച് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കുള്ള ഒരു ആഡംബരമായി തുടരണമെന്ന്. പക്ഷെ അദ്ദേഹം തൻ്റെ കാഴ്ചപ്പാടിൽ ഉറച്ചു വിശ്വസിച്ചു. ആ വിശ്വാസം അദ്ദേഹത്തെ പ്രാരംഭ പരാജയങ്ങൾക്കും നഷ്ടങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും ഇടയിൽ നിലനിർത്തി. ഫലം ലക്ഷക്കണക്കിന് ആളുകളുടെ വിധി മാറ്റിയൊരു വ്യവസായത്തിൻ്റെ നിർമ്മാണമായിരുന്നു. ഞാൻ ചോദിക്കുന്നു, എത്ര വാഗ്ദാനപൂർണമായ പ്രോജക്റ്റുകൾ മരിച്ചുപോയി? കാരണം നിങ്ങൾ അവ പൂർത്തിയാക്കാൻ വേണ്ടത്ര വിശ്വസിച്ചില്ല. എൻ്റെ സ്വന്തം യാത്രയിൽ വിശ്വാസം മാത്രമായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഒരേയൊരു വിഭവം എന്ന് തോന്നിയ നിമിഷങ്ങളുണ്ട്. വീട്ടിൽ ഭക്ഷണം കുറവായിരുന്നതും കടം കൂടിക്കൊണ്ടിരുന്നതുമായ രാത്രികൾ ഞാൻ ഓർക്കുന്നു. പരാജയം എൻ്റെ വിധിയാണെന്ന് എനിക്ക് കരുതാമായിരുന്നു. പക്ഷേ ഞാൻ വിസമ്മതിച്ചു. ഓരോ നിശബ്ദ പ്രാർത്ഥനയോടൊപ്പം ഒരു വലിയ ലക്ഷ്യം എന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന എൻ്റെ ഉറപ്പ് ഞാൻ പുതുക്കി. വിശ്വാസം എന്നെ വിജയത്തിൻ്റെ തത്വങ്ങളെക്കുറിച്ച് ഗവേഷണം ചെയ്യുന്നതിൽ ഉറച്ചു നിൽക്കാൻ പ്രേരിപ്പിച്ചു. ആരും അതിനെ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുമ്പോഴും ഈ ആഴത്തിലുള്ള ആത്മവിശ്വാസത്തിൻ്റെ അവസ്ഥ എൻ്റെ അദൃശ്യമായ സമ്പത്തായിരുന്നു. അതില്ലാതെ വാതിലുകൾ തുറക്കുന്നത് വരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലായിരുന്നു. ഇല്ലായ്മയെക്കുറിച്ചുള്ള ഭയം വിശ്വാസത്തിൻ്റെ ഏറ്റവും സാധാരണമായ ശത്രുവാണ്. ഭൂരിഭാഗം ആളുകളും പരാജയപ്പെടുന്നത് കഴിവില്ലായ്മ കൊണ്ടല്ല, മറിച്ച് ഭയം തങ്ങളുടെ തീരുമാനങ്ങളെ നയിക്കാൻ അവർ അനുവദിക്കുന്നത് കൊണ്ടാണ്. ബില്ലുകൾ അടയ്ക്കാൻ വേണ്ടത്ര പണമില്ലാതിരിക്കുമോ എന്ന ഭയം, സ്വപ്നങ്ങളുടെ വീട് ഒരിക്കലും നേടാൻ കഴിയില്ലെന്ന ഭയം, ശ്രമിക്കുകയും എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യുമോ എന്ന ഭയം. പക്ഷേ ഭയം ഒരു നിഴലാണ്, ഒരു മിഥ്യാബോധമാണ്. നിങ്ങൾ അതിന് ശ്രദ്ധ നൽകുമ്പോൾ മാത്രമാണ് ശക്തി നേടുന്നത്. ഇതിന് വിപരീതമായി വിശ്വാസം ഈ നിഴലിനെ അകറ്റുന്ന വെളിച്ചമാണ്. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നു, സുരക്ഷ പ്രകടിപ്പിക്കുന്നു, ശരിയായ അവസരങ്ങളെ ആകർഷിക്കുന്നു. ലോകം മാന്ത്രികമായി മാറുന്നതുകൊണ്ടല്ല, മറിച്ച് ലോകത്തോടുള്ള നിങ്ങളുടെ നിലപാട് പൂർണ്ണമായും മാറുന്നതുകൊണ്ടാണ്. ഇത് പ്രായോഗികമാക്കുക. ഇന്ന് അസാധ്യമായി തോന്നുന്ന ഒരു ലക്ഷ്യം തിരഞ്ഞെടുക്കുക. എല്ലാ വിശദാംശങ്ങളും കാണാൻ ശ്രമിക്കരുത്. വെറുതെ ഇത് സംഭവിക്കാമെന്ന് സ്വയം വിശ്വസിക്കാൻ അനുവദിക്കുക. ഈ ലക്ഷ്യം ഒരു കടലാസ് കഷണത്തിൽ എഴുതുക. ഒരു മാസം മുഴുവൻ എല്ലാ ദിവസവും ഉറക്കെ വായിക്കുക. അതൊരു പൂർത്തിയായ യാഥാർത്ഥ്യമാണെന്ന മട്ടിൽ മുമ്പ് അദൃശ്യമായിരുന്ന വഴികൾ നിങ്ങളുടെ മനസ്സ് എങ്ങനെ കണ്ടെത്താൻ തുടങ്ങുമെന്ന് കാണുക. ഈ പ്രവർത്തനക്ഷമമായ വിശ്വാസമാണ് അദൃശ്യമായതിനെ മൂർത്തമായ ഒന്നാക്കി മാറ്റുന്നത്. വിശ്വാസം തടസ്സങ്ങളെ ഇല്ലാതാക്കുന്നില്ല, പക്ഷേ അവയെ മറികടക്കാനുള്ള ശക്തി നൽകുന്നു. അതൊരു ക്ഷണികമായ വികാരമല്ല, അതൊരു ആവർത്തനത്തിലൂടെ ഉണ്ടാക്കിയെടുത്തൊരു മാനസിക ശീലമാണ്. ബൈബിൾ ഒരിക്കലും എളുപ്പം വാഗ്ദാനം ചെയ്യുന്നില്ല, പക്ഷേ അത് വിശ്വസിക്കുന്നവർക്ക് വിജയം വാഗ്ദാനം ചെയ്തു. സത്യം ഇതാണ്, വിശ്വാസം പരിപോഷിക്കപ്പെടുമ്പോൾ അത് അസാധ്യമായതിനെ സമയത്തിൻ്റെ മാത്രം കാര്യമാക്കി മാറ്റുന്നു. ഔദാര്യം ബൈബിളിൽ വെളിപ്പെടുത്തിയതിൻ്റെ സമ്പത്തിൻ്റെ ഏറ്റവും ശക്തമായ സൂചനകളിലൊന്നാണ്. അതോടൊപ്പം ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട സൂചനകളിലൊന്നും. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതിൽ കൂടുതൽ അനുഗ്രഹമുണ്ട്. ഈ വാചകം പലർക്കും ഒരു വിരോധാഭാസം പോലെ തോന്നുന്നു. എന്തായാലും ഒരാൾ തൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം നൽകി എങ്ങനെ ധനവാനാകാൻ കഴിയും? പക്ഷേ രഹസ്യം കൃത്യം അവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. യഥാർത്ഥ സമ്പത്ത് ചെറിയ ശേഖരണത്തിൽ നിന്നല്ല, മറിച്ച് ഒഴുക്കിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പണം വെള്ളം പോലെയാണ്. അത് നിശ്ചലമായിരിക്കുമ്പോൾ അത് ചീഞ്ഞു പോകുന്നു, പക്ഷേ അത് സഞ്ചരിക്കുമ്പോൾ ഫലഭൂയിഷ്ടമാക്കുകയും ജീവൻ നൽകുകയും ചെയ്യുന്നു. തങ്ങൾ കഷ്ണങ്ങളെ കാവൽ നിൽക്കുന്ന എലികളാണെന്ന മട്ടിൽ ജീവിക്കുന്ന ആളുകളെ കണ്ടെത്തുന്നത് സാധാരണമാണ്. അവർ ഓരോ നാണയവും നിരാശയോടെ ശേഖരിക്കുന്നു, ചെലവഴിക്കാതിരിക്കുന്നത് തങ്ങളെ ധനികരാക്കാൻ മതിയെന്ന് വിശ്വസിച്ചുകൊണ്ട്. എങ്കിലും അവർ എത്ര മുറുക്കി തങ്ങളുടെ മുഷ്ടി പൂട്ടുന്നുവോ അത്രയും വേഗത്തിൽ അവർക്ക് മനസ്സിലാവും ഒന്നും അവശേഷിക്കുന്നില്ലെന്ന്.
ഔദാര്യം അദൃശ്യമായ വരുമാനത്തിന്റെ വഴികൾ തുറക്കുന്നു. അതേസമയം പിശുക്ക് അവ അടയ്ക്കുന്നു. ജീവിതം തന്നെ ഇതിനെ സ്ഥിരീകരിക്കുന്നു. എത്ര തവണ നിങ്ങൾക്ക് ആരുടെയെങ്കിലും സഹായം കൊണ്ട് അത്ഭുതം തോന്നിയിട്ടുണ്ട്? കുറഞ്ഞ സമയത്തിന് ശേഷം അപ്രതീക്ഷിതമായ രീതിയിൽ വാതിലുകൾ തുറക്കുന്നത് കണ്ടിട്ടുണ്ട്. എത്ര തവണ ഇതിന് വിപരീതമായി സ്വാർത്ഥരായ ആളുകൾ പെട്ടെന്നെല്ലാം നഷ്ടപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട്. കൃത്യം അതുകൊണ്ട് അവർ വിശ്വാസത്തിന്റെയും ബഹുമാനത്തിന്റെയും